23 കൊല്ലം നബിയായിട്ട് ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ 13 കൊല്ലം മക്കയിലെ ജീവിതം നമ്മൾ മാറ്റി നിർത്തുക, കാരണം സാഹചര്യം പ്രതികൂലമായിരിക്കാം. 10 കൊല്ലം എല്ലാ രീതിയിലും അനുകൂലമായ ഒരു സാഹചര്യം മദീനയിൽ ഉണ്ടായിട്ടും ഒരു വർഷം പോലും ഒരു നബിദിന ആഘോഷം ഉണ്ടായിട്ടില്ല, ഒരു മൗലിദ് പാരായണവും ചെയ്തിട്ടില്ല. കാരണം എന്താ? അത് നബുവത്തിന്റെ പിന്തുണയില്ലാത്തൊരു കാര്യമാണ്. റസൂൽ നബി ശറഅായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഫാത്തിമിയാക്കളിൽ നിന്നുള്ള ഷിയാക്കൾ കൂടിയിട്ട് കടന്നു വന്ന ഒരു ആചാരമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതിലൊരു പുണ്യവും ഇല്ല, ഒരു പ്രതിഫലവും ഇല്ല. ഇത് പറയുമ്പോൾ ചില റീൽസുകൾക്ക് നമ്മൾ കാണാനുണ്ട്, സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് നിങ്ങൾക്ക് നബിദിനം ആഘോഷിച്ചുകൂടെ എന്ന്. ഇവിടെ നമ്മൾ അതിന്റെ ലോജിക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് സ്വാതന്ത്ര്യ ദിനം? നമ്മുടെ രാജ്യത്തോടുള്ളൊരു കൂറാണത്, അത് രാജ്യത്തിന്റെ ഒരു അഖണ്ഡതയാണത്. അത് നമ്മൾ ആരും കഴിഞ്ഞ ശനിയാഴ്ച സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അള്ളാന്റെ അടുക്കൽ നിന്ന് ഇതിന് പുണ്യം കിട്ടും, കൂലി കിട്ടും എന്നുള്ള രീതിയിലല്ല ആഘോഷിച്ചത്. അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമം, ഒരു അഖണ്ഡത എന്ന രീതിയിലാണ് നമ്മൾ ആഘോഷിച്ചത്. പക്ഷേ നബിദിനം ആഘോഷിക്കുമ്പോൾ പലരും ഉദ്ദേശിക്കുന്ന, എല്ലാവരുടെയും മനസ്സിലുള്ള എന്താണ്? ഇത് പുണ്യം കിട്ടും എന്നതാണ്. വളരെ ഭക്തിയോടുകൂടി വട്ടത്തിൽ നിന്ന് മൗലിദ് പാരായണം ചെയ്യുമ്പോൾ പാവങ്ങളായ മനുഷ്യന്റെ മനസ്സിലുള്ളത് എന്താണ്? ഇത് കൂലി കിട്ടും എന്നതാണ്. അങ്ങനെ കൂലി കിട്ടണമെങ്കിൽ അത് ഇബാദത്താകണം. ഇബാദത്തിന് പ്രവാചകന്റെ മാതൃകയുണ്ടാവണം. പ്രവാചകൻ ചെയ്യണം, പ്രവാചകൻ കൽപ്പിക്കണം, പ്രവാചകന്റെ മൗനാനുവാദമെങ്കിലും വേണം. ഈ 3 കാര്യം ഇല്ലാത്തത് ഇബാദത്തല്ല. ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ ഒരായത്തുണ്ട്. അല്ലാഹു തആല പറയുന്നത്, കർമ്മ അമലുകൾ ചെയ്യും, നഷ്ടക്കാരിൽ പെടും, അവരെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. ആരാണത്? അല്ലദീന ളല്ല സഈഹും ബിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പല ഇബാദത്തുകളും പുണ്യമാണ്, കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യും. ഇത് പുണ്യമാണ്, ഇത് കൂലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യും. അതിനുവേണ്ടി സാമ്പത്തിക ചെലവ് നടത്തും, സമയം ഉപയോഗപ്പെടുത്തും. എന്നിട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു കൂലി ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹുവും റസൂലും കൽപ്പിക്കാത്ത കാര്യമാണ്. അങ്ങനത്തെ ചില ആൾക്കാരെ പറ്റി പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് ഒരു ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല, ഒരാളുടെ കർമ്മത്തെയും എതിർക്കാൻ വേണ്ടിയല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതിന് എന്തെങ്കിലും ഒരു കൂലി കിട്ടണം, പരലോകത്തു നിന്ന് കൂലി കിട്ടണം. അല്ലാത്തത് നമ്മൾ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല, ബിദ്അത്ത് ചെയ്താൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്നുള്ള ധാരാളം ഹദീസുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ